ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുമ്പാവൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. പൊതുവികസനം, കൃഷി, വ്യവസായം, ക്ഷേമം, ആരോഗ്യം, മാലിന്യ നിർമ്മാർജ്ജനം, കായികം, വിദ്യാഭ്യാസം, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ പ്രസ് ക്ലബ് സെക്രട്ടറി രാജീവിന് നൽകി പ്രകടന പത്രികയുടെ പ്രകാശനം നടത്തി. പുതിയ തലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ല വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ വരണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു സംഗതി, ഇപ്പോ സാമൂഹ്യക്ഷേമത്തിൽ പെൻഷനെ അപേക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്ന നിർഭാഗ്യവാന്മാരായ മനുഷ്യരുണ്ടാകും നമുക്കിടയിൽ. പല പരിഗണനകളുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങാതെ കിട്ടണം. ഒന്ന്. രണ്ട്, അർഹതപ്പെട്ടിട്ടുള്ള ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പരിഗണിക്കപ്പെടുന്ന നിലവരണം. ലൈഫ് മിഷൻ പദ്ധതി നോക്കിക്കോ. ഇപ്പൊ UDFന്റെ ഗ്രാമപഞ്ചായത്തുകൾ മുൻകാല അനുഭവങ്ങളെ കുറിച്ച് നോക്കൂ. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അർഹതപ്പെട്ടിട്ടുള്ള അർഹരായ മനുഷ്യർ ഗുണഭോക്തൃ ലിസ്റ്റിൽ വന്നിട്ടും അത് നടപ്പിലാക്കി കിട്ടാത്ത വേദനാജനകമായ അവസ്ഥ വിവിധ പ്രദേശങ്ങളിൽ കാണും. ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാക്കി ഒരു ഏകീകൃതമായ നിലയിൽ ഒരു നിയമസഭാ സാമാജികന്റെ നേതൃത്വത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു നില വന്നാൽ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ലേ? പെരുമ്പാവൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കും. കടുവാൾ മുതൽ മലമുറി വരെയുള്ള ഫ്ലൈ ഓവർ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പദ്ധതി രൂപീകരിക്കും. കടുവാളിൽ നിന്ന് ആരംഭിച്ച് 1-ാം മൈലിലെത്തുന്ന രീതിയിൽ MC റോഡിനെയും AM റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് നിർമ്മിക്കും. ആധുനിക ശുചിമുറികൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കും. മണ്ഡലത്തിൽ ഉടനീളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ സമഗ്ര ഇടപെടൽ നടത്തും. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും. പെരുമ്പാവൂർ പട്ടണത്തെ സൗന്ദര്യവൽക്കരിക്കും. പൊതുവിദ്യാലയങ്ങൾ അമ്മ മധുരം പദ്ധതി വഴി പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിക്കും തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി ബേസിൽ പോൾ പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൃഷിക്കും പൊതുവികസനത്തിനും അതുപോലെ കായിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ടൂറിസത്തിന് ഏറ്റവും കേൾവികേട്ട പെരുമ്പാവൂരിനെയും അടിസ്ഥാനമാക്കി ആധാരമാക്കിക്കൊണ്ട് ഈ പ്രകടന പത്രിക ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയാൽ അത് പ്രകടനമായി മാത്രം നിലനിർത്തുന്ന രീതിയല്ല. നമ്മൾ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നത് പറയുകയും ചെയ്യുന്ന തലത്തിലാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രകടന പത്രിക ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ വികസനങ്ങൾക്കും ഉതകുന്ന ഒന്നായിരിക്കും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. മറ്റ് കാര്യങ്ങളെല്ലാം ചർച്ചകൾക്കൊപ്പം മറുപടി പറയാം എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളോടൊപ്പം ഈ പെരുമ്പാവൂരിന്റെ വികസനത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ നാടിന്റെ പൊതുനന്മ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊള്ളുന്നു. വാർത്താ സമ്മേളനത്തിൽ LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ, കമ്മിറ്റി ചെയർമാൻ ബാബു ജോസഫ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് കാവുങ്കൽ, CPI പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം, LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ KP ബാബു, NCP സംസ്ഥാന സെക്രട്ടറി TP അബ്ദുൽ അസീസ്, അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ, PM സലീം, KP റെജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.